ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ വന്നിരിക്കുന്നത് തമിഴ് സിനിമകളിൽ പിന്നെ ഈ ഹൊറർ മൂവീസിന് ഒരു പഞ്ഞമില്ലാത്ത ഒരു ഒരു ജേണറാണ് ഹൊറർ ത്രില്ലർ സിനിമകൾ, ഹൊറർ കോമഡി ജേണർ. ആ ഒരു ജേണറിൽ എടുത്താവുന്ന സിനിമകൾ തമിഴ് സിനിമയിൽ ഒരു പഞ്ഞമില്ലാത്തൊരു സംഭവമാണെന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇത് ചവറ് കണക്കിന് ഇതുപോലുള്ള സിനിമകൾ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ പല സിനിമകളും ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട് എന്നുള്ളതാണ് ആ ഒരു സത്യാവസ്ഥ എന്നുള്ളത്. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പിന്നെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഹൊറർ ത്രില്ലർ സിനിമകൾ, അഞ്ച് ഹൊറർ ത്രില്ലർ സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഏതൊക്കെ സിനിമകൾ നോക്കാം. 5 ഈ ലിസ്റ്റിലുള്ള ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതിൽ ഒന്നാമത്തെ സിനിമ 2019 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ്. സുന്ദർസി, അതുപോലെ തന്നെ ധൻസികയും സാക്ഷി ചൗധരിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഇരുട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പിന്നെ കുറേ കൊലപാതകങ്ങൾ, ക്രൂരമായിട്ടുള്ള കുറേ കൊലപാതകങ്ങൾ നടക്കുകയാണ്. അത് അന്വേഷിക്കുന്ന നമ്മുടെ നായകൻ പോലീസ് ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സംഭവം. മുസ്ലിം സൈത്താനായ ജിന്ന് അതിനെ ബേസ് ചെയ്തെടുത്ത ഒരു സിനിമയാണ് ഇരുട്ട് പറഞ്ഞ ഈ സിനിമകളാണ്. ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമയാണ്. പക്ഷേ അധികം പ്രശസ്തത നേടാതെ പോയ സിനിമ കൂടിയാണ് ഇരുട്ട് പറഞ്ഞ സിനിമ. ഒരു അണ്ടർ റേറ്റഡ് മൂവി തന്നെയാണ്, ഹൊറർ ത്രില്ലർ മൂവി തന്നെയാണ്. കണ്ടു നോക്കാവുന്നതാണ്. ഒരു സീരിയസ് ആയിട്ടുള്ളൊരു അവതരണ ശൈലിയായിരുന്നു. ഒരു ചളി കോമഡിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അവതരണം കാര്യങ്ങളായിരുന്നു ഇരുട്ട് പറഞ്ഞ ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നുള്ളത്. അടുത്ത സിനിമ കല്യാണം കഴിഞ്ഞ് നമ്മുടെ നായികയും നായകനും കല്യാണം കഴിഞ്ഞ് ഒരു അപ്പാർട്ട്മെന്റിൽ വരികയാണ്. ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പുതിയ താമസം മാറാണ്. അവിടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, അമാനുഷികമായിട്ട് കുറച്ച് കാര്യങ്ങളും ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നീട് സിനിമയിൽ കാണിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു സൈത്താൻ എന്നൊക്കെ പറയാം, ഒരു സാത്താൻ നായികയുടെ ശരീരത്തിൽ കുടിയേറുന്നതും അതിന് തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നതാണ്. അശ്വിനും ശിവതയൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അമാനുഷികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സിനിമയുടെ പേര് വരുന്നത് സീറോ എന്നാണ്. 2016 റിലീസ് ചെയ്ത സിനിമയാണ്. കിടിലൻ സിനിമയാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ എന്നൊക്കെ വിഭാഗത്തിൽപ്പെടുത്താത്ത സിനിമയാണ്. ടെക്നിക്കൽ സൈഡ് കൊണ്ട് കിടിലനാക്കിയ ഒരു സിനിമ കൂടിയായിരുന്നു. ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്, ഹൊറർ ത്രില്ലർ മൂവിയാണ് സീറോ എന്നാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. കിടലൻ മേക്കിംഗ് ആയിരുന്നു. കിടലൻ ടെക്നിക്കൽ സൈഡുകളൊക്കെ സൂപ്പർ ആയിരുന്നു എന്ന് പറയാം. ഒരു ഹോളിവുഡ് ലെവലിൽ ചെയ്തു വെച്ച ഒരു സംഭവമായിരുന്നു സീറോ എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ 2016 ഇറങ്ങിയ സിനിമയാണ്. ആ ഒരു കാലത്തിൽ അധികം ശ്രദ്ധിക്കാതെ പോയ സിനിമയാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. മൂന്നാമത്തെ സിനിമ സായി പല്ലവി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ നായിക പ്രഗ്നന്റ് ആവുകയാണ്. വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി അത് അബോർട്ട് ചെയ്ത് കളയുന്നതും 5 വർഷങ്ങൾക്ക് ശേഷം നായികയുടെ കല്യാണം കഴിയാണ്. അതിനുശേഷം ഈ അബോർട്ട് ചെയ്ത് കളഞ്ഞ ഈ ഒരു പിന്നെ കുട്ടി, ഈ ഒരു കുഞ്ഞിൻ്റെ പ്രേതം ഇവരെ ശല്യപ്പെടുത്തുകയാണ്. അതായത് ഇവരോട് പ്രതികാരം ചെയ്യാൻ വരികയാണ്. തന്നെ നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ വരികയാണ്. സിനിമയുടെ പേര് ദിയ എന്നാണ്. 2018 റിലീസ് ചെയ്ത സിനിമയാണ്. സായി പല്ലവിയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സായി പല്ലവിയുടെ ആ ഒരു പെർഫോമൻസ് ആണ് ഇതിലെ മെയിൻ എന്നുള്ളതാണ്. സത്യം പറയുകയാണെങ്കിൽ പെർഫോമൻസ് കാണാൻ തന്നെ ഈ സിനിമ കാണാം. പക്ഷെ വലിയ പേടിപ്പെടുത്തുന്ന രംഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു കൺസെപ്റ്റ് ഒരു പുതുമ ഉള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. തമിഴ് സിനിമ ഇതിൽ തന്നെ ഒരു പുതുമയുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത്. പിന്നെ സാംസിയസിന്റെ BGM സൂപ്പർ തന്നെ പറയാം. കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ദിയ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്നുള്ളത്. നല്ലൊരു സിനിമയാണ്. 2018 ഇറങ്ങിയ സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആയിരുന്നു ദിയ എന്ന് പറഞ്ഞത്. അടുത്തത് 4ാമത്തെ സിനിമ എന്നുള്ളത് 2016 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ്. ഹീറോയുടെ, അതായത് നമ്മുടെ നായകന്റെ അച്ഛനും നമ്മുടെ നായകന്റെ നായികയ്ക്ക് വേണ്ടിയിട്ട് ഒരു വീട് പിന്നെ ഗിഫ്റ്റായി കൊടുക്കുകയാണ്. ആ വീട്ടിൽ എന്തൊക്കെയോ അമാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് നായകൻ. അതിനുശേഷം നായകൻ അച്ഛനോട് ഈ കാര്യം പറയാണ്. അപ്പോൾ അച്ഛൻ കഥാപാത്രം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു വീട്ടിൽ ഒരു ദിവസം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു വീട്ടിൽ ഞാൻ ഒരു ദിവസം രാത്രി ഞാൻ ഒറ്റയ്ക്ക് തങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളും അച്ഛൻ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ പേര് വരുന്നത് കളം എന്നാണ്. 2016 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കിടിലൻ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെയുള്ള ഒരു സിനിമയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, പേടിപ്പെടുത്തുന്ന രംഗങ്ങളായിക്കോട്ടെ, എല്ലാം സൂപ്പറായിരുന്നു സിനിമയിൽ എന്നുള്ളതാണ്. പൊളിയായിരുന്നു. ഒരു വീട്ടിൽ തന്നെയാണ് ഈ സിനിമയുടെ ഫുള്ള് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് കളം എന്ന് പറഞ്ഞ ഈ സിനിമ. 2016 അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ 2017 റിലീസ് ചെയ്ത സിനിമയാണ്. നമ്മുടെ സിനിമയിലെ നായകൻ ഒരു എഴുത്തുകാരനായിരിക്കും. അതായത് നോവൽ എഴുതുകയാണ്. ഒരു പിന്നെ സീരിയൽ കില്ലറെ കുറിച്ചുള്ള നോവൽ എഴുതുകയാണ്. അപ്പം എഴുതുന്ന സമയത്ത് ആ ഒരു നോവലിലെ കഥാപാത്രം, ആ നോവലിലെ സീരിയൽ കില്ലറിന്റെ കഥാപാത്രം ഇവരുടെ റിയൽ ലൈഫിൽ വരുന്നതും പിന്നെ നായകനെയും നായികയും പിന്നെ നായകന്റെ ഭാര്യയായ നായികയെയും കൊല്ലാൻ ശ്രമിക്കുന്നതും ഒക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നതാണ്.
കിഴ മേക്കിംഗ് ഒക്കെ തന്നെയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. പിന്നെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ, ഹൊറർ ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന സിനിമയാണ്. ഒരു സ്ലാഷർ വിഭാഗത്തിൽ ചോര തെറിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. ദൻസിഗിങ് അതുപോലെ തന്നെ കലയർച്ചയാണ് സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് മൂവിയായ ഹഷ് അതുപോലെ തന്നെ ഷൈനിങ്, ഈ രണ്ട് സിനിമകളുടെ പിന്നെന്താ പറയുക ഒരു കൊളാബറേഷനാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഈ രണ്ട് സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ ഈ സിനിമ കാണാതിരിക്കുന്നതായിരിക്കും നന്നാവുക. ആ രണ്ട് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് സിനിമ കാണാവുന്നതാണ്. ഉരു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഉരു 2017 സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കാണാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ 5 സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 5 സിനിമകളിൽ ദിയ, ഉരു, കളം, അതുപോലെ തന്നെ ഇരുട്ട്, സീറോ, ഈ 5 സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലുള്ള വേറെ സിനിമകൾ ഉണ്ടാവും, നിങ്ങൾക്കറിയാവുന്ന സിനിമകളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. ബെസ്റ്റ് ത്രില്ലർ, ബെസ്റ്റ് ഹൊറർ മൂവി, ബെസ്റ്റ് ലവ് സ്റ്റോറി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.